Hi guys, so today we'll learn about the blood supply of brain. Blood supply of brain is a very important question. So blood supply of brain mainly രണ്ട് arteries ആണ് സപ്ലൈ ചെയ്യുന്നത്. സോ വെർട്ടിബ്രൽ ആർട്ടറിയും ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിയും ഇവർ രണ്ടുപേരാണ് മെയിൻ സപ്ലൈ കൊടുക്കുന്നത്. സോ വെർട്ടിബ്രൽ ആർട്ടറി അറ്റ് ദി ലോവർ ലെവൽ ഓഫ് പോൺസ് അത് ജോയിൻ ചെയ്തിട്ട് ഇറ്റ് ഫോംസ് എ ബേസിലർ ആർട്ടറി. ഈ ബേസിലർ ആർട്ടറി ഇറ്റ് പാസസ് ഓൺ ദി വെൻട്രൽ സർഫസ് ഓഫ് പോൺസിൻ്റെ വെൻട്രൽ സർഫസ് കൂടെ പോയിട്ട് അതിൻ്റെ അപ്പർ സർഫസ് ഓഫ് പോൺസിലെത്തുമ്പോൾ ഇറ്റ് ഡിവൈഡ്സ് ഇൻ ടു പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറി. അത് ടെർമിനേറ്റ് ചെയ്യുന്നത് ബൈ ഫോമിങ് പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറി. അതേപോലെ ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി ആണത്. ഈ ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി അറ്റ് ദ ലെവൽ ഓഫ് ആൻറ്റീരിയർ പെർഫറേറ്റഡ് സബ്സ്റ്റൻസ് ഇറ്റ് ഡിവൈഡ്സ് ഇൻ ടു എ സ്മോളർ ആൻറ്റീരിയർ സെറിബ്രൽ ആർട്ടറി ആൻഡ് ലാർജർ മിഡിൽ സെറിബ്രൽ ആർട്ടറി. ബ്രെയിനിന് രണ്ട് ടൈപ്പ് ഓഫ് സർക്കുലേഷൻ ആണത്. ഒരു ആൻറ്റീരിയർ സർക്കുലേഷൻ വിച്ച് ഇസ് പ്രൊവൈഡഡ് ബൈ ദി ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി ആൻഡ് ആൻറ്റീരിയർ സർക്കുലേഷൻ എന്ന് പറയുന്നത് ഇറ്റ് സപ്ലൈസ് ദി സെറിബ്രം ആൻഡ് ഡയൻസെഫ്ലോൺ while the posterior circulation is provided by the vertebral artery and its branches and posterior circulation includes the cerebellum and brainstem. Anterior circulation വഴിയാണ് 80% of brain supply നടത്തുന്നത്, while posterior circulation വഴി 20% of brain supply കൊടുക്കുന്നത്. So now ഈ ആൻറ്റീരിയർ സർക്കുലേഷനും പോസ്റ്റീരിയർ സർക്കുലേഷൻ ഇസ് കണക്റ്റഡ് അറ്റ് ദ ലോവർ പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആൻഡ് ബൈ എ പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി. ഈ പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിനെ പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറി ദാറ്റ് ഇസ് വെർട്ടിബ്രൽ ആർട്ടറിനെ കണക്ട് ചെയ്യുന്നതാണ് പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി. ദാറ്റ് ഇസ് ആൻറ്റീരിയർ സർക്കുലേഷനെയും പോസ്റ്റീരിയർ സർക്കുലേഷനെയും. ആൻഡ് ഈ പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി ഇസ് എ ബ്രാഞ്ച് ഓഫ് ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി. സോ ഈ ആൻറ്റീരിയർ സർക്കുലേഷനും പോസ്റ്റീരിയർ സർക്കുലേഷനും കൂടി ഒരു 6-sided ഹെക്സഗൺ ഉണ്ടാക്കുന്നുണ്ട് അറ്റ് ദ ബേസ് ഓഫ് ദ ബ്രെയിൻ. ദാറ്റ് ഈസ് അറ്റ് ദ ബേസ് ഓഫ് ദ ബ്രെയിൻ അറൗണ്ട് ദി ഒപ്റ്റിക് ആസ്മ. ഇതാണ് ഒപ്റ്റിക് ആസ്മ. അപ്പോൾ ഒപ്റ്റിക് ആസ്മയുടെ ചുറ്റും ഇറ്റ് ഫോംസ് എ 6-sided ഹെക്സഗൺ ആൻഡ് ഇതിനെയാണ് നമ്മൾ സർക്കുലസ് ആർട്ടീരിയോസസ് അല്ലെങ്കിൽ സർക്കിൾ ഓഫ് വില്ലിസ് എന്ന് പറയുന്നത്. സോ സർക്കിൾ ഓഫ് വില്ലിസിൻ്റെ ആൻറ്റീരിയർ പാർട്ട് ഇസ് ഫോം ബൈ ദി ആൻറ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി ആൻഡ് ദ ആൻറ്റീരിയർ സെറിബ്രൽ ആർട്ടറി. Posterior part is formed by the basilar artery and the posterior cerebral artery and the lateral side is formed by the posterior communicating artery. സോ എന്തിനാണ് സർക്കിൾ ഓഫ് വില്ലിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് വെർട്ടിബ്രൽ ആർട്ടറി കൂടിയിട്ടാണ് ബേസിലർ ആർട്ടറി ആയി ഫോം ചെയ്യുന്നത്. പക്ഷേ വെർട്ടിബ്രൽ ആർട്ടറിത്തെ ബ്ലഡ് ഇസ് നോട്ട് ഗെറ്റിംഗ് മിക്സ്ഡ്. ദാറ്റ് ഇസ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെർട്ടിബ്രൽ ആർട്ടറിത്തെ ബ്ലഡ് ഇസ് നോട്ട് ഗെറ്റിംഗ് മിക്സ്ഡ് ഇൻ ദ ബേസിലർ ആർട്ടറി. സിമിലർലി നമുക്ക് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആൻറ്റീരിയർ സെറിബ്രൽ ആർട്ടറിത്തെ ബ്ലഡ് ഇസ് നോട്ട് ഗെറ്റിംഗ് മിക്സ്ഡ് ഇൻ ദ ആൻറ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി ആൻഡ് ദ ബ്ലഡ് ഇൻ ദ ഇന്റേർണൽ കരോട്ടിഡ് ആർട്ടറി ഇസ് നോട്ട് ആൻഡ് പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറി ഇസ് നോട്ട് ഗെറ്റിംഗ് മിക്സ്ഡ് ഇൻ ദ പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി. പക്ഷേ ഇൻ കേസ് ഇവിടെ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ കൊളാട്രൽ സർക്കുലേഷൻ ബിഗിൻസ് ത്രൂ ദിസ് പാത്വേ. സോ നൗ വി വിൽ ലേൺ അബൌട്ട് ഈച്ച് vertebral artery and internal carotid artery in detail. So vertebral artery, it is arising from the subclavian artery എന്നിട്ട് it ascends up through the foramen transverse area of the upper 6 cervical vertebrae. upper 6 cervical vertebrae foramen transverse area കൂടെയാണ് it ascends upward. എന്നിട്ട് പോസ്റ്റീരിയർ ക്രേനിയൽ ഫോസയിലേക്കാണ് എൻട്രി ചെയ്യുന്നത് ത്രൂ ദ ഫൊറാമൻ മാഗ്നം. ഈ ഫൊറാമൻ മാഗ്നത്തിൽ കൂടെ എൻട്രി ചെയ്തിട്ട് അത് ലോവർ ബോർഡർ ഓഫ് പോൺസ് ഈ രണ്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെർട്ടിബ്രൽ ആർട്ടറി ജോയിൻ ചെയ്തിട്ട് ബേസിലർ ആർട്ടറി ഫോം ചെയ്യും. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെർട്ടിബ്രൽ ആർട്ടറി ജോയിൻ ചെയ്തിട്ട് ഇറ്റ് ഫോംസ് ദി ബേസിലർ ആർട്ടറി. സോ ഈ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെർട്ടിബ്രൽ ആർട്ടറി ജോയിൻ ചെയ്ത് ബേസിലർ ആർട്ടറി ആവുന്നതിന് മുമ്പേ വെർട്ടിബ്രൽ ആർട്ടറി ഗിവ്സ് സം ബ്രാഞ്ചസ്. ദാറ്റ് ഈസ് ഈ വെർട്ടിബ്രൽ ആർട്ടറി ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ ഇറ്റ് ഗിവ്സ് ആൻറ്റീരിയർ സ്പൈനൽ ആർട്ടറി രണ്ട് ഭാഗത്തുനിന്നും. ഈ ആൻറ്റീരിയർ സ്പൈനൽ ആർട്ടറി അറ്റ് ദ ലോവർ എൻഡ് ഓഫ് പോൺസ് ലോവർ എൻഡ് ഓഫ് ഒലീവ് അത് ജോയിൻ ചെയ്തിട്ട് ഇറ്റ് ഫോംസ് എ മീഡിയൻ ട്രങ്ക്. So this is anterior spinal artery. Then we have the largest branch from the vertebral artery, that is posterior inferior cerebellar artery. Posterior inferior cerebellar artery is a larger branch of the vertebral artery. This is the vertebral artery. So vertebral artery എന്ന് അറൈസ് ചെയ്യുന്നതാണ് posterior inferior cerebellar artery. ഇതെന്ന് അറൈസ് ചെയ്യുന്നതാണ് posterior spinal artery. So posterior spinal artery it can either arise directly from the vertebral artery. vertebral artery ഡയറക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ posterior inferior cerebellar artery എന്ന് അറൈസ് ചെയ്യാം. So in this diagram we can see this is right and left vertebral artery. Right and left vertebral artery basilar artery ആകുന്നതിന് മുമ്പ് it gives two branch. It gives anterior spinal artery. ഇതാണ് anterior spinal artery. ഈ anterior spinal artery at the lower end of olive അത് join ചെയ്യും. രണ്ട് right and left anterior spinal artery join ചെയ്യും. ഇനി it gives another division that's called as posterior inferior cerebellar artery. ഈ posterior inferior cerebellar artery is one of the largest branch. ഇതിന്ന്
arise ചെയ്യുന്നതാണ് posterior spinal artery. So posterior spinal artery, it can be a direct branch from the vertebral artery or it arises from the posterior inferior cerebellar artery. Then we have, this is medullary branches. Medullary branches supplies the medulla oblongata, while this is the meningeal branches. Meningeal branches supplies the dura mater. Meninges layer ആയ dura mater നെ supply ചെയ്യും, while medullary branches supplies the medulla oblongata. Now coming to the branches of basilar artery. So basilar artery എങ്ങനെയാണ് ഉണ്ടാകുന്നത്? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെർട്ടിബിൾ ആർട്ടറി, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെർട്ടിബിൾ ആർട്ടറി ജോയിൻസ് ആയിട്ടാണ് ബേസിലർ ആർട്ടറി ഉണ്ടാകുന്നത്. സോ ബേസിലർ ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ്, വി ഹാവ് പോണ്ടൈൻ ബ്രാഞ്ചസ്. കുറേ ന്യൂമറസ് പോണ്ടൈൻ ബ്രാഞ്ചസ് ഉണ്ട്. ഇവർക്ക് പോണ്ടൈൻ ബ്രാഞ്ചസ് എന്ന് പേര് വരാൻ കാരണം നമുക്കറിയാം ബേസിലർ ആർട്ടറി വെൻട്രൽ സർഫസ് ഓഫ് പോൺസ് കൂടെയാണ് പാസ് ചെയ്യുന്നത്. സോ ഈ പോൺസിനെ പിയേഴ്സ് ചെയ്തിട്ട് പോകുന്ന ആൾക്കാരാണ് പോണ്ടൈൻ ബ്രാഞ്ചസ്. ദെൻ വി ഹാവ് ആൻറ്റീരിയർ ഇൻഫീരിയർ സെറിബെല്ലാർ ആർട്ടറി. Anterior inferior cerebellar artery. Anterior inferior cerebellar artery, it is arising near the lower part of pons. Ponsന്റെ lower border നിന്ന് arise ചെയ്യുന്നതാണ് anterior inferior cerebellar artery. പിന്നെ നമുക്കൊരു സ്ലെൻഡർ ബ്രാഞ്ച് ഉണ്ട്, വിച്ച് ഇസ് കോൾഡ് as labyrinthine artery. സോ labyrinthine artery internal earനെയാണ് സപ്ലൈ ചെയ്യുന്നത് and is found associated and is seen associated with the vestibulocochlear nerve. ഇതാണ് labyrinthine artery, ഒരു സ്ലെൻഡർ ബ്രാഞ്ചാണ്. It supplies the internal ear and it is seen associated with the vestibulocochlear nerve. And then we have the superior cerebellar artery. Superior cerebellar artery, ഇത് upper border of ponsന്റെ അവിടെയായിട്ടാണ് കാണുന്നത്. And then the last branches, that is last terminal branch എന്ന് പറയുന്നത് posterior cerebral artery ആണ്. This is posterior cerebral artery. സോ ഇവരുടെയൊക്കെ പ്രത്യേകത, ഇവർ ടെർമിനേറ്റ് ചെയ്യുന്നത് സെറിബ്രൽ ആർട്ടറി ആയിട്ടും ബ്രാഞ്ചസിൽ വരുന്നത് സെറിബെല്ലാർ ആർട്ടറി ആണ്. സോ ഇവിടെ നമുക്ക് ആൻറ്റീരിയർ ഇൻഫീരിയർ സെറിബെല്ലാർ ആർട്ടറി, സുപ്പീരിയർ സെറിബെല്ലാർ ആർട്ടറി. ടെർമിനേറ്റിംഗ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത് പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറി ആണ്. സോ ഈ പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറി ഇറ്റ് ലൈസ് പാരലൽ ടു ദി സുപ്പീരിയർ സെറിബെല്ലാർ ആർട്ടറി. പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറിക്ക് കുറച്ച് ബ്രാഞ്ചസ് ഉണ്ട്. സോ ബ്രാഞ്ചസ് ഓഫ് പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറി ആർ that is anterior temporal branch. This is called as anterior temporal branch. This is posterior temporal branch and this is parieto-occipital branch and then calcarine branch. ഈ 4 ബ്രാഞ്ചസും ആണ് ലാസ്റ്റ് പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറിയുടെ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ആൻറ്റീരിയർ ടെമ്പറൽ ബ്രാഞ്ച്, പോസ്റ്റീരിയർ ടെമ്പറൽ ബ്രാഞ്ച്, parieto-occipital branch and calcarine branch. Now നമുക്കറിയാം ഈ പോസ്റ്റീരിയർ സർക്കുലേഷനിൽ വരുന്നതാണ് വെർട്ടിബ്രൽ ആർട്ടറി ആൻഡ് ബേസിലർ ആർട്ടറി. സോ വെർട്ടിബ്രൽ ആർട്ടറി ആൻഡ് ബേസിലർ ആർട്ടറിയാണ് ബ്രെയിൻ സ്റ്റെമിന് സപ്ലൈ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ബോത്ത് ഡോർസൽ ആൻഡ് വെൻട്രൽ സർഫസ് ഓഫ് ബ്രെയിൻ സ്റ്റെം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ്. സോ ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ചസ് വി ഹാവ് പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി. പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറിനെ പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറിയായിട്ട് കണക്ട് ചെയ്യും. പിന്നെ ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ചാണ് anterior choroidal artery. So it lies distal to the origin of posterior communicating artery. Arise ചെയ്യുന്നതാണ് anterior choroidal artery. Then we have ophthalmic artery. The ophthalmic artery which is arising from the internal carotid artery, it supplies the eyeball. Eyeballum structures in the orbitum. ഇനി internal carotid artery എവിടെ നിന്ന് arise ചെയ്യുന്നത്? It arises from the common carotid artery. Common carotid artery എന്ന് arise ചെയ്തിട്ട് it traverses the carotid canal and then enters the middle cranial fossa of the skull. സ്കള്ളിൻ്റെ middle cranial fossa ഏത് കൂടെ, foramen laceratum കൂടെയാണ് middle cranial fossയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. എന്നിട്ട് ആൻറ്റീരിയർ പെർഫറേറ്റഡ് സബ്സ്റ്റൻസിൻ്റെ അടിയിലെത്തുമ്പോൾ it divides into a larger middle cerebral artery and a smaller anterior cerebral artery. ആൻഡ് ഇവർ ഈ ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിയിൽ നിന്നാണ് 80% ഓഫ് സർക്കുലേഷൻ പോസിബിൾ ആയിട്ടുള്ളത് ബ്രെയിനിൻ്റെ. ആൻഡ് അതുപോലെ ഇറ്റ് ഈസ് ഇൻവോൾവ് ഇൻ ദ ആൻറ്റീരിയർ സർക്കുലേഷൻ. സോ കോമൺ കരോട്ടിഡ് ആർട്ടറി എന്ന് അറൈസ് ചെയ്ത് അതിൻ്റെ ടെർമിനൽ ബ്രാഞ്ചാണ് ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറി. സോ കോമൺ കരോട്ടിഡ് ആർട്ടറിയിൽ നിന്ന് കരോട്ടിഡ് കനാലിനെ ട്രവേഴ്സ് ചെയ്തിട്ട് മിഡിൽ ക്രേനിയൽ ഫോസയിലേക്ക് foramen laceratum കൂടെയാണ് എൻ്റർ ചെയ്യുന്നത്. ആൻഡ് അറ്റ് ദി ലെവൽ ഓഫ് ആൻറ്റീരിയർ പെർഫറേറ്റഡ് സബ്സ്റ്റൻസ് ഇറ്റ് ഡിവൈഡ്സ് ഇൻറ്റു എ ലാർജർ മിഡിൽ സെറിബ്രൽ ആർട്ടറി ആൻഡ് എ സ്മോളർ ആൻറ്റീരിയർ സെറിബ്രൽ ആർട്ടറി. സോ ഇൻറ്റേർണൽ കരോട്ടിഡ് ആർട്ടറിയുടെ ബ്രാഞ്ചസ് ആണ് ഒഫ്താൽമിക് ആർട്ടറി. ഇത് ഐബോളിനെയും സ്ട്രക്ചേഴ്സ് ഓഫ് ഓർബിറ്റിനെയും സപ്ലൈ ചെയ്യും. പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി വിച്ച് കണക്ട്സ് ദി ആൻറ്റീരിയർ സർക്കുലേഷൻ ആൻഡ് ദ പോസ്റ്റീരിയർ സർക്കുലേഷൻ. ദെൻ ആൻറ്റീരിയർ കോറോയിഡൽ ആർട്ടറി. ആൻഡ് ദ ടെർമിനൽ ബ്രാഞ്ചസ് ആണ് ദ സ്മോളർ ആൻറ്റീരിയർ സെറിബ്രൽ ആർട്ടറി. This is the anterior cerebral artery. So ഈ smaller anterior cerebral artery രണ്ട് ഭാഗത്തെയും is getting connected by the anterior communicating artery. And ഈ anterior cerebral artery പിന്നെ ഇത് it is getting continued as calcarine artery.
കാൽക്കറൈൻ ആർട്ടറി അല്ല, പെരി കലോസൽ ആർട്ടറി ആയിട്ട് കണ്ടിന്യൂ ചെയ്യും. And then we have a larger middle cerebral artery. So it appears to be the direct continuation of the internal carotid artery. And ഇത് കൂടെ 30% of blood ആണ്, internal carotid artery എന്നുള്ള 30% of blood ആണ് middle cerebral artery കൂടെ പാസ് ചെയ്യുന്നത്. So that's about the blood supply to brain. Thank you.